ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കാലിനടുത്തുള്ള കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. നമുക്ക് ആ കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിലേക്ക് ഒന്ന് കണ്ടു നോക്കാം. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളവിടെ ആ ക്ഷേത്രത്തിലേക്ക് വേണ്ട പൂവും കൂവളമാലയും ഇതൊക്കെ വിൽക്കാൻ നിൽക്കുന്ന ഒരു അമ്മ ഞങ്ങളോട് പറഞ്ഞു തന്നു കുറച്ച് കാര്യങ്ങൾ. അത് നമുക്ക് എന്താണെന്ന് കേട്ട് നോക്കാം. നമുക്കൊന്നും പറയാനോ പ്രതിഷ്ഠ ശിവനും ഗണപതി, രണ്ട് ശിവനും രണ്ട് ഗണപതി, അത്ഭുതപ്പെട്ട ഗണപതി ശിവൻ, മഹാഗണപതി, ശിവനും ഗണപതി, മഹാഗണപതി, മഹാശിവന്. എല്ലാ ദിവസവും തുറക്കും? പിന്നെ രണ്ടു നേരവും തുറക്കും. രാവിലെയും വൈകിട്ടും തുറക്കും. രാവിലെ 10 അടയ്ക്കും, വൈകിട്ട് ഇതുപോലെ 5 മണിക്ക് തുറക്കും, 7 മണിക്ക് ഇറങ്ങും, 7:30. വിശേഷപ്പെട്ട പൂജ, ശിവരാത്രിക്ക് ഉത്സവം, എന്നും ഓരോരോ വിശേഷപ്പെട്ട പൂജകൾ നടത്താൻ ദൂരെ നല്ല ആൾ വരും. ഒന്നുണ്ട് ഓരോ പൂജകളും ഓരോ വഴിപാടുകളും എല്ലാം ഇന്നുണ്ട്. ഗണപതിക്ക് ഇഷ്ടം ഈ കറുകമാല, ശിവനിഷ്ടം കൂവളമാല, തേങ്ങയടിക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം കൊടുക്കുക. അതുകൂടെ ഉണ്ട്. ഭഗവാന് വിളിച്ചവിടെ ജയിക്കുന്ന ഭഗവാന് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ് തൊഴുതിട്ട് പോയാലും ഭഗവാന്റെ ഒരു ശക്തി നമ്മൾ വിളിച്ചവിടെ ഉത്സവം ശിവരാത്രി എന്നാണ് ഉത്സവം. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പ്രതിഷ്ഠയാണ് കേട്ടോ. കാരണം രണ്ട് ശിവനുണ്ട്, ഒന്നാമത്തെയും രണ്ടാമത്തെയും, അങ്ങനെ 2 ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്. പിന്നെ പാറയിൽ തന്നെ കുത്തിവെച്ചൊരു ഗണപതിയുടെ വിഗ്രഹം കൂടെയുണ്ട്. നല്ല മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ ഈ കോട്ടുകൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അതിൻ്റെ പരിസരവും ഒക്കെ. നിർമ്മിച്ചത് 7-ാം നൂറ്റാണ്ടിനും 11-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കെന്നാണ് കരുതപ്പെടുന്നത്. പിന്നെ ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇതൊരു ആന കിടക്കുന്ന രീതിയിലാണ് ഇതിൽ ആ പാറയുടെ ഷേപ്പ്. അത് നമുക്ക് ഇത് ചുറ്റി നടക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. കണ്ടോ, ഒരു ആന തിരിഞ്ഞ് കിടക്കുന്നത് പോലെയാണ് ഈ പാറയുടെ ഷേപ്പ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് ശിവരാത്രിയുടെ അന്നാണ്. കുംഭമാസത്തിലെ ശിവരാത്രിയുടെ അന്നാണ് ഈ ക്ഷേത്രത്തിലും ഉത്സവം നടക്കുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ശിവന്റെ ഭൂതഗണങ്ങൾ ചുമന്നു കൊണ്ടുവന്ന പാറയായ ഇതിനെക്കുറിച്ച് ശിവഭക്തനായ ഒരു സന്യാസിക്ക് സ്വപ്നദർശനം ലഭിക്കുകയും അദ്ദേഹം ഈ പാറയിൽ ശിവക്ഷേത്രം നിർമ്മിച്ചു എന്നും കരുതുന്നു. ഒരു ഐതിഹ്യമാണ്. രണ്ടാമതൊരു ഐതിഹ്യം എന്ന് പറയുന്നത് ശിവഭക്തരായ 2 ദേവതകൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ക്ഷേത്രസ്ഥാപനം നടത്തുക എന്ന ഉദ്ദേശത്തോടെ ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കുകയും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമെത്തിയപ്പോൾ കോഴി കൂവുകയും ചെയ്തു. അപ്പോൾ അവർ വിചാരിച്ചു നേരം വെളുത്തു എന്ന് കരുതി ആ പാറ ഇവിടെ സ്ഥാപിച്ചു ഒരു ക്ഷേത്രം പണിതു എന്നും വേറൊരു ഐതിഹ്യവുമുണ്ട്. അങ്ങനെ 2 ഐതിഹ്യങ്ങളാണ് ഇതിലുള്ളത്.
എൻ്റെ ഈ കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.